ഹലോ, കുട്ടൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടുന്നുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ചേന കൊച്ചുള്ളിയും സവാളയും കൂടെ ചേർത്ത് ഒരു തീയൽ വെക്കാൻ പോകും. അതുകൊണ്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ തേങ്ങ വറക്കാൻ വെച്ച് തേങ്ങയും ഒരു 4-5 വറ്റൽ മുളകും ഒരു 2 കറിവേപ്പിലയും 2-3 കൊച്ചുള്ളിയും കൂടെ ഇട്ട് ഞാൻ ഈ തേങ്ങ ഒന്ന് വറക്കും. തേങ്ങ വറുത്ത് നരച്ച് കൊണ്ടുവന്നിട്ട് കഷ്ണടുത്ത് വെക്കാം. നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് ചുമന്നോട്ടെ. എന്നിട്ട് ശകലം മല്ലിപ്പൊടിയും കൂടി ഇടാം. ഞാനിതിനകത്ത് മുളക് പൊടിയല്ല ഇട്ടത്, മുളക് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടി ഇടാം. മല്ലി പൊടിക്കാത്തയില്ല, അല്ലേ മല്ലി ഇടത്തുള്ളൂ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ടതൊന്ന് നോക്കട്ടെ. അപ്പം അത് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ചട്ടി എടുത്ത് വെക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കും. ചട്ടി ചെയ്യുന്നതിൻ്റെ വല്ല പ്രത്യേകത ഉണ്ട്? ചട്ടിയിൽ പ്രത്യേകതയില്ല. ചട്ടിയിലും വെക്കാം, തീയൽ വെക്കാം, ചീച്ചട്ടി വെക്കാം, ഏത് പാത്രത്തിൽ വേണേലും വെക്കാം. തീയൽ വെക്കുന്നതിന് അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂക്കത്തുണ്ട്. അപ്പോൾ അതൊന്ന് കോരി മാറ്റാം. കാരണം അത് ഡേഞ്ചർ ചീഞ്ചട്ടിയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടട്ടെ. എന്താ ചേനയായത്. ചേന ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. ചേനയും ഉള്ളിയും തക്കാളി അതിൻ്റെ കൂടെ ശകലം പിഴുപുളിയൊക്കെ ചേർത്താണ് വെക്കുന്നത്. കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട്. ചേന ഇട്ട് കൊടുക്കാം. ചേന ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി, അതിനകത്തൊരു സവാള, ഇത് രണ്ടും കൂടെ ചേർത്തതാണ്. അതൊന്നിട്ട് കൊടുക്കാം. അതിന് വഴറ്റി കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോൾ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. നല്ലപോലെ ഒന്ന് വാടട്ടെ. ഒരു ചെറിയ തക്കാളിക്കാവിടെ ഇട്ടിട്ടുണ്ട്. തക്കാളിക്കാവ് ഇട്ട് ഇത് ഉള്ളിയും ചേനയും ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തക്കാളിക്കോട് ഇട്ട് അതുകൂടെ ഒന്ന് വാടിക്കൊണ്ട് ഇതെല്ലാം വാടിയിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയും ചേനയും കൂടെ നല്ലപോലെ വാടിയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പുളി വെള്ളം, ഒരു തക്കാളിക്കേ ഇട്ടുള്ളൂ. അപ്പോൾ പുളി വെള്ളമല്ലോ, ഇച്ചിരി പുളി കൂടെ ഇട്ട് കൊടുക്കാം. പുളി ഒഴിച്ച് പുളി എല്ലാം അതിനകത്ത് കിടന്നൊന്ന് വെന്തൊന്ന് വരട്ടെ. വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വെന്തൊന്ന് വരണ്ട് വരുമ്പോൾ അരച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചേനയും ഉള്ളി എല്ലാം വെന്ത് പുളിവെള്ളത്തിൽ കിടന്നൊന്ന് വെന്തോ നോക്കട്ടെ. വെന്ത് പരിവായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ അരപ്പൊന്ന് ചേർത്തോളൂ. അതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്ത്
പിന്നെ ജാറൊന്ന് കഴുകി അതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ജാറെല്ലാം കഴുകി വെള്ളം ആവശ്യത്തിന്, ഒരുപാട് വേണ്ട, ആവശ്യത്തിന്. തീയൽ ഇച്ചിരി ഒന്ന് കൊഴുത്തിരിക്കണമല്ലോ. അപ്പം തീയലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ശകലം ഉപ്പ് വേണം, ശകലം ഇട്ട് കൊടുക്കാം. ഒരു ശകലം പുളിയും കൂടെ വേണം. തീയലിന് ശകലം പുളി വേണം, ഒരുപാട് വേണ്ട, എങ്കിലും ഇച്ചിരി കൂടെ പുളി വേണം. നമ്മുടെ തീയൽ എല്ലാം ആയിട്ടുണ്ട്. അതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചിട്ട് നമുക്കത് തീ ഓഫാക്കാം. നമ്മുടെ തീയൽ വേണ്ട ഒന്ന് നോക്കാം, തുറന്ന് നോക്കാം. പരുവായിട്ടുണ്ട്, പുളി വെള്ളവും എല്ലാം നല്ലപോലെ പറ്റി പരുവായിട്ടുണ്ട്. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.